ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഔട്ട് ഓൺ ട്രിപ്പിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ ഉള്ളത് വട്ടവടയിലെ കൊട്ടക്കൊമ്പൂരിൽ തന്നെയാണ്. കൊട്ടക്കൊമ്പൂരിൽ നേരത്തെ പാർട്ടിയുടെ വീഡിയോയിൽ കാണിച്ചില്ലേ, ഒരു ക്യാമ്പിംഗ് അല്ല, ഒറിജിൻ സോയിൽ എന്ന് പറഞ്ഞൊരു ക്യാമ്പിംഗ് എന്ന് പറയാൻ പറ്റില്ല, എന്ത് പറയാൻ പറ്റും, ആ ഒരു റിസോർട്ട് അങ്ങനെ വേണമെങ്കിൽ പറയാം. വെയിൽ ഇവിടെ നിന്നായതുകൊണ്ട് എന്നെ കാണാൻ പറ്റുന്നില്ല, ഞാൻ തിരിച്ചു പിടിക്കാം. അപ്പോൾ നമ്മൾ അങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്, കൊട്ടക്കൊമ്പൂരിലുള്ള ആ ഒരു പ്രോപ്പർട്ടിയിലേക്ക്. ഇന്നത്തെ വിശേഷങ്ങൾ ആ പ്രോപ്പർട്ടിനെ പറ്റിയാണ്. അപ്പോൾ നമ്മുടെ ഉറുവിയിലേക്കൊക്കെ പോയ വഴിയില്ലേ, അതിൻ്റെ തൊട്ട് മേളിൽ നമ്മൾ നേരത്തെ പാർട്ടിയുടെ വീടിൻ്റെ വീഡിയോസിൽ കാണിച്ച് ആ സെയിം പ്രോപ്പർട്ടിയിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്ന് രാത്രി നമ്മൾ അവിടെ അതിൻ്റെ കൺസ്ട്രക്ഷൻ ഞാൻ നേരത്തെ എവിടെയാണ് ഔട്ടർ നെസ്റ്റ് ആ ക്യാമ്പിൽ നിന്ന് നേരെ കാണാൻ പറ്റുമായിരുന്നു ഇതിൻ്റെ ലൈറ്റിംഗ് ഒക്കെ. അപ്പോൾ അത് കണ്ടപ്പോഴേക്ക് ഞാൻ പാർട്ടിയുടെ അടുത്ത് ചോദിച്ചായിരുന്നു. അങ്ങനെയാണ് ഇവിടെ എത്തിപ്പെട്ടത്. ഇതിൻ്റെ ഒരു പ്ലാനും ഉണ്ടായിരുന്നില്ല ഇവിടെ നിൽക്കുമെന്നുള്ളതിൻ്റെ. പിന്നെന്താണ്, പ്രൈസ് വളരെ അഫോർഡബിൾ ആണ്. ഇവിടെ ടെൻ്റല്ല, റൂംസാണ്. അറ്റാച്ച്ഡ് ബാത്റൂമുള്ള റൂമുണ്ട്, പിന്നെ ഷെയറിംഗ് ബാത്റൂമുള്ള റൂമുണ്ട്. നമ്മൾ ഷെയറിംഗ് ബാത്റൂം എടുത്തേക്കണത് 4 പേർക്ക് കൂടി ഷെയറിംഗ് ബാത്റൂം റൂമിന് 3300 രൂപയാണ്. അറ്റാച്ച്ഡ് ബാത്റൂമുള്ള റൂമാണെങ്കിലും 3300 തന്നെ. പക്ഷേ അറ്റാച്ച്ഡ് ബാത്റൂമുള്ള റൂം കുറച്ച് ചെറുതാണ്, പക്ഷേ അതിൻ്റെ ഉള്ളിലത്തെ സെറ്റപ്പൊക്കെ പൊളിയാണ്. അപ്പോൾ അതിൽ 3 പേർക്ക് സ്റ്റേ ചെയ്യാൻ പറ്റുള്ളൂ. ബാക്കി കഥയൊക്കെ അവിടെ ചെന്നിട്ട് പറയാം, അതാ ബെറ്റർ. റൂംസൊക്കെ കാണിച്ചെന്ന് പറയണത് ബെറ്റർ. എന്തായാലും 4 പേർക്ക് 3300 രൂപ. അതിൽ ഫുഡൊന്നുമില്ല ഇവിടെ ഫുഡില്ല, റൂമാണ്. മറ്റേ ടെൻ ക്യാമ്പിങ് പോലെ ക്യാമ്പിംഗ് അല്ല. അപ്പോൾ ഇന്നത്തെ ഡിന്നറിൻ്റെ സെറ്റപ്പ് നമ്മുടെ മെയിൻ ഷെഫ് കുഞ്ഞിനെ ഏൽപ്പിച്ചേക്കണം. അപ്പോൾ കുഞ്ഞി സന്ദീപും കൂടി കോവിലൂരിൽ പോയി സാധനങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടി പോയേക്കാണ്. അപ്പോൾ ഞാൻ സഞ്ജുവും കൂടി അങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുന്നു. പാർട്ടി ഒരു വൈകുന്നേരം കൊണ്ടൊന്നും വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്നും പാർട്ടിയുടെ പാട്ടും കുറേ അർത്ഥം, മറ്റേ പണ്ഡിതനായതുകൊണ്ട് കുറച്ച് അർത്ഥങ്ങളൊക്കെ പറഞ്ഞു തരും. അപ്പോൾ നമുക്ക് എന്തായാലും ഇന്നത്തെ വിശേഷങ്ങൾ ഒറിജിൻ സോയിൽ. അങ്ങനെ നമ്മൾ ഒറിജിൻ സോയിലിൻ്റെ പ്രോപ്പർട്ടിയുടെ എൻട്രിയിലേക്ക് കയറിയിരിക്കുകയാണ്. ഇവരുടെ ഈ പ്രോപ്പർട്ടിയുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫുള്ള് വുഡും മഡും മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ, വേറെ ഒന്നും യൂസ് ചെയ്തിട്ടില്ല. പിന്നെ 360 വ്യൂവിൽ വട്ടവട കാണാം. ഫുള്ള് കൃഷിയാണ് ചുറ്റിനും. അതൊക്കെയാണ് ഒരു പ്രത്യേകത. പിന്നെ ഇവരുടെ കൺസ്ട്രക്ഷൻ വെള്ളിയാണല്ലോ, ഫുള്ള് കൺസ്ട്രക്ഷൻ പൊളിയാണ്ട് കേട്ടോ, നല്ല രസമുള്ള കൺസ്ട്രക്ഷൻ. ഈ കൺസ്ട്രക്ഷൻ്റെ സംഭവം കണ്ടിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വരാനുള്ള കാരണമായത്. മാർക്കറ്റിൽ പോയ മെയിൻ ഷെഫും അസിസ്റ്റന്റ് ഷെഫും വന്നിട്ടുണ്ട്. അണ്ണേ இந்த ராத்திரியில என்ன இருக்கு சாப்பாடுக்கு? വെജിറ്റബിൾ കുറുമ. ഇതാണ് നമ്മുടെ ഇന്നത്തെ മെയിൻ ഷെഫ്, ഇത് അസിസ്റ്റന്റ് ഷെഫ്. സാമ്പാർ, എനിക്ക് ചിക്കൻ കറി. അപ്പോൾ ദിസ് ഈസ് ദ മെയിൻ പ്രോപ്പർട്ടി. അത് അവരുടെ സ്റ്റാഫിൻ്റെ ചെറിയൊരു കിച്ചൺ ഏരിയ ആൻഡ് അവിടെ 2 റൂമുണ്ടെന്ന് തോന്നുന്നു. അങ്ങനെ പ്രോപ്പർട്ടി അകത്തേക്ക് കയറാം, പ്രോപ്പർട്ടി ഒന്ന് വാക്ക് അറൗണ്ട് ചെയ്യാം. യെസ്, ഇതാണ് എൻ്റെ ഫസ്റ്റ് ഇംപ്രഷൻ. ഒരു ചെറിയൊരു 4 കെട്ടിൻ്റെ ഒരു സെറ്റപ്പ്. അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ പറഞ്ഞ റൂംസില്ലേ, ഗ്രൗണ്ട് ഫ്ലോറിലുള്ള റൂംസ്. 4 റൂംസ് ഉണ്ട് ഇവിടെ താഴത്ത്. ഈ 4 റൂംസിലാണ് അറ്റാച്ച്ഡ് ബാത്റൂം ഉള്ളത്. ആ റൂം ഓപ്പൺ അല്ലേ? ഓക്കെ. അപ്പോൾ ഒരു റൂം ഞാൻ തുറന്ന് കാണിക്കാം. പിന്നെ ഇവിടുത്തെ സ്പെഷ്യാലിറ്റി ഉണ്ട, പഴയ ടൈപ്പ് സ്വിച്ചുകളാണ് ഇവിടെ യൂസ് ചെയ്തേക്കുന്നത്. ഇത് ഇവർ കോയമ്പത്തൂർ അന്വേഷിച്ച് കണ്ടുപിടിച്ചെടുത്താണ്. ആ ഒരു പഴമ ഫീൽ, ആ ഒരു വിൻറ്റേജ് ഫീൽ കിട്ടാൻ വേണ്ടി. ആൻഡ് ഓക്കെ, ഓൺ ചെയ്യട്ടെ. ഇതാണ് റൂം, ആ ഒരു ഡബിൾ ബെഡ് ആൻഡ് അറ്റാച്ച്ഡ് ബാത്റൂം. ഫുള്ള് മഡിലാണ് ഈ പ്രോപ്പർട്ടി സെറ്റ് ചെയ്തേക്കുന്നത്. ഒരു ഫ്ലാസ്ക്, 2 ഗ്ലാസ്, ടിഷ്യൂ പേപ്പർ ആൻഡ് എന്നിട്ട് മിക്സോ. ബാത്റൂം കാണിക്കണോ? എന്തായാലും വന്നല്ലേ, ബാത്റൂം കാണിച്ചേക്കാം.
യെസ്, ഒരു ഡീസൻറ്റ് ബാത്റൂം, നൈസ് ക്ലീൻ, ചെറിയ വാഷ് ബേസിൻ, കൊള്ളാം. അപ്പോൾ അവിടെ നിന്നാണ് നമ്മുടെ മെയിൻ എൻട്രി. ആൻഡ് നേരെ ഇപ്പുറത്തും ഒരു എക്സിറ്റ് ഉണ്ട്. പക്ഷെ നമ്മുടെ റൂം ഇവിടെ അല്ല, നമ്മുടെ റൂം മേളിലാണ്. മേളിലേക്ക് പോവാം. ഇവിടുത്തെ റൂമുകൾക്ക് ബാത്റൂം ഇല്ല, ബട്ട് ഇതൊരു കോമൺ ഏരിയ, നമുക്ക് ഇരിക്കാനൊക്കെ യൂസ് ചെയ്യാം. പിന്നെന്താണ്, ആൻഡ് അവർ ബെഡ്റൂം കാണിച്ചു തരാം. ദിസ് ഈസ് അവർ ബെഡ്റൂം. ഈ ബെഡ്റൂമിനുള്ളിൽ 4 പേർക്ക് കിടക്കാൻ പറ്റും എന്ന് പറഞ്ഞ് വിശ്വസിക്കാൻ പറ്റുമോ? അതേ കാണിച്ചു തരാം സ്പേസ്. ഓക്കെ, ഇവിടെ 2 പേർക്ക് കിടക്കാം, ഇവിടെ 2 പേർക്ക് കിടക്കാം. പിന്നെ ഇവിടെ നിന്നുള്ള വ്യൂ നോക്കി, പാലക്കം വ്യൂ. ഇതേപോലെ സെയിം ഇതേപോലെ തന്നെ 4 റൂമുകളുണ്ട് ഇവിടെ. നേരെ അപ്പം നിങ്ങൾ ഈ സൈഡിലൊരു റൂമുണ്ട്, ആൻഡ് ആ സൈഡിലൊരു റൂമുണ്ട്. അല്ല, 4 റൂമുകളുണ്ട്, 3 ഉള്ളു. ഈ 3 റൂമേ ഉള്ളു. പിന്നെ ഇവിടെ ബാത്റൂമിലേക്കുള്ള എക്സിറ്റാണ്. ഇവിടെ നിന്നാണ് നേരെ ബാത്റൂമിലേക്ക് എക്സിറ്റ്. ഇത് അവിടെയാണ് ബാത്റൂം, വാഷ് ബേസിൻ, ക്ലീനിങ് ഏരിയ. ആൻഡ് ഇത് ഒരു 8 പേര് പാർട്ട്ണർഷിപ്പിൽ നടത്തുന്ന ഒരു പ്രോപ്പർട്ടിയാണ്. അതിൽ അദ്ദേഹം പോയി പരിചയപ്പെടുത്താൻ ചോദിച്ചപ്പോഴേക്കും പോയി കളഞ്ഞു. കുഴപ്പമില്ല. അപ്പോൾ ഇവിടെ നമ്മൾ വ്യൂ ആണ്, 360 വ്യൂവിൽ വട്ടവട ചുറ്റി ഇങ്ങനെ കാണാം. ആൻഡ് ദാ കോർണറിലായിരുന്നു നമ്മുടെ ഔട്ടർനെസ് ക്യാമ്പിങ്. അവിടെ നിന്നാണ് ഈ സാധനം നമ്മൾ കണ്ടത്. ഇവിടുത്തെ രാത്രി ലൈറ്റിങ് കണ്ടപ്പോഴേക്കുമാണ് ഒരു അട്രാക്ഷൻ തോന്നിയത്. അങ്ങനെ വാർത്തെടുത്ത് ചോദിച്ചത്. പിന്നെയാണ് ചുറ്റും ഇവിടെ ഇത് ഗ്രീൻ പീസിൻ്റെ കൃഷിയാണ് ഫ്രണ്ടിൽ. ഇപ്പോൾ ഈ സീസൺ ഗ്രീൻ പീസിൻ്റെയും പിന്നെ ഗ്രീൻ പീസും പിന്നെ ഏതാണ് സ്ട്രോബെറി ഫുൾ ടൈം ഉണ്ടല്ലോ ഇവിടെ. പിന്നെ എന്താണ് ബട്ടർ ബീൻസ്, പിന്നെ അത്ര ഉള്ളു. കടുക്. ഈ 4 ഇപ്പോൾ സീസൺ. ഇവിടെ ഓരോ മന്തിലും ഓരോരോ ടൈപ്പാണ് കൃഷികൾ. അങ്ങനെ ചായയും കാപ്പിയൊക്കെ എത്തി. ഞാൻ ചായ കുടിക്കാത്തതുകൊണ്ട് എനിക്ക് കട്ടൻ കാപ്പി. ഇവർക്ക് ഈ കളർ തന്നെ വേണമെന്ന് നിർബന്ധം പിടിച്ചോണ്ട് ഈ കളറുള്ള ചായ കൊടുത്ത് ഞാൻ റമ്മിൻ്റെ ആളാണ്. അങ്ങനെ നമ്മുടെ മെയിൻ ഷെഫ് പണി തുടങ്ങിയിരിക്കുകയാണ്. ഷെഫ് എന്താണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്? എഗ് ബുർജി ടച്ചിങ്സ് ആണ്. ഓക്കെ, വേറെ എന്തൊക്കെയാണ് ഡിഷസ് നമുക്ക് ഇന്ന് രാത്രിയിലേക്ക്? ഗ്രീൻ പീസ് കറി ആരുണ്ടാക്കുന്നത്? എനിക്കുണ്ടാക്കാൻ അറിയാമല്ല. ഉണ്ടാക്കി ആരുണ്ടാക്കി? അപ്പുറം സ്കില്ലിരിക്കും. ഓക്കെ, അങ്ങനെ സായനം സംഗീതപരവും പണ്ഡിതന്മാരുടെ സായന സന്ധ്യ ആരംഭിക്കാൻ പോവുകയാണ്. പാർത്തി ഇന്ന് അർത്ഥമൊന്നും പറയണ്ടോ നീ. ഇന്ന് പാട്ട് പാടിയാൽ മാത്രം മതി. മേളിൽ നിന്ന് കലാപരിപാടി താഴത്തേക്ക് മാറ്റി. സൺസെറ്റ് കാണാൻ പറഞ്ഞു. സൂര്യൻ ഇടക്കൊന്ന് വന്നാണ് അവിടെ, അപ്പൊ തന്നെ മറഞ്ഞു. അല്ല, നമ്മളെ കണ്ടിട്ട്. അതെ, നമ്മളെ കണ്ടെങ്കിൽ നമ്മളല്ല, നിന്നെ കണ്ടിട്ടാണ്. നിന്നെ പഞ്ചവർക്കിലിനെ കണ്ടിട്ടാണ്. അങ്ങനെ നൈറ്റ് ആയപ്പോഴേക്കും ലൈറ്റൊക്കെ ഇട്ട് വേറൊരു മൂടായിട്ടോ നമ്മുടെ 4 കെട്ടിന്റെ സെറ്റപ്പ് നോക്കി. അങ്ങനെ ഉണ്ട് ഇപ്പം രശിലിപ്പ കാലക്കം വൈബ്. പക്ഷെ എന്താണ്, മേഘം കുറച്ച് മൂടിക്കിടക്കുന്നതുകൊണ്ട് സ്റ്റാർ ഗേസിങ് കിട്ടൂല. അതും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ പൊളിച്ചാനെ. അപ്പോൾ പരിപാടി തണുപ്പ് കുറച്ച് കൂടിയതുകൊണ്ട് നേരെ അകത്തേക്കാക്കി. അപ്പോൾ എല്ലാവരും അകത്തേക്ക് കയറി. ഞാൻ പയ്യെ അങ്ങോട്ട് കയറാമെന്ന് വിചാരിച്ചു. നമ്മുടെ നേരെ ഓപ്പോസിറ്റ് ഉള്ളൊരു പ്രോപ്പർട്ടിയിൽ ഇത് അവിടെയായിട്ട് കുറച്ച് പിള്ളേർ നാടൻ പാട്ടൊക്കെ ഇട്ട് നല്ല പൊളി വിളിക്കുന്നുണ്ട്. സഞ്ജുവിടെ നിശ്ചൽ ഫോട്ടോഗ്രാഫി. ഇതിനകത്തേക്ക് വരുമ്പോൾ ഒരു വേറൊരു വൈബല്ല, എന്തോ ഒരു തറവാട്ടിലൊക്കെ, പഴയ തറവാട്ടിലൊക്കെ കയറുന്നൊരു ഫീല്.
ലൈറ്റൊക്കെ ഇട്ട് വെറുതെ വേറെ മൂഡ്. ഇത് മാത്രമുള്ളൊരു കഷ്ടപ്പാട്, ഇത് കയറില്ല ഇറങ്ങല്. അങ്ങനെ നമ്മൾ ക്യാമ്പ് ഫയർ ഓൺ ആയി, സ്പീക്കർ ഓൺ ചെയ്തിട്ടുണ്ട്. ഇവ കുഞ്ഞിയുടെ ഗാനമേള ആരംഭിക്കുന്നതാണ്. ഓഡിയൻസ് എത്തിയിട്ടില്ല. ഓഡിയൻസ് കുപ്പി, വെള്ളം, ടച്ചിങ്സ് ഒക്കെ എടുക്കാൻ വേണ്ടിയുള്ള തിരക്കിലാണ്. അപ്പൊ അത് കഴിഞ്ഞാല് കുഞ്ഞിയുടെ ഗാനമേള ആരംഭിക്കുന്നതാണ്. അല്ലേ ചാല. അപ്പൊ എന്റെ ഡിന്നർ ഞാൻ സ്റ്റാർട്ട് ചെയ്തു. ബാക്കി എല്ലാവരും കലാപരിപാടിയിലാണ്. കുഞ്ഞവിടെ മൈക്കിന്ന് പിടിവിട്ടിട്ടില്ല. അങ്ങനെ കേക്കണ്ട, ഓളിയർ കേൾക്കണ്ടേ? അത് തന്നെ. അപ്പൊ ഞാൻ പയ്യെ നൈസായിട്ട് അവന്മാര് ചപ്പാത്തി മേടിച്ചിട്ടുണ്ടായിരുന്നു, ചിക്കൻ കറിയും വെച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ പാർത്തിലായിട്ട് കുറച്ച് ചോറടിപ്പിച്ച്, പിന്നെ ഇവിടെ ഗ്രീൻ പീസ് കറി വെച്ചായിരുന്നു. പിന്നെ ഇവിടുത്തെ ചേട്ടന്മാരുടെ ഒരു ഉപ്പുമാങ്ങ സ്പെഷ്യലും കിട്ടി. സന്ദീപ് ഡിന്നർ പരിപാടി തുടങ്ങി. അവൻ അതിൻ്റെ ഇടയിൽ നിന്ന് ചാടി. അതെ, ഇവിടെ ചപ്പാത്തി ചൂടായിക്കൊണ്ടിരിക്കുന്നു. ചപ്പാത്തി കഴിച്ചുകൊണ്ടിരിക്കുന്നു. അവിടെ ചപ്പാത്തി കഴിച്ചുകൊണ്ടിരിക്കുന്നു. കറി എടുക്കണല്ലോ നീ? അല്ല, നീ അഭിനയിക്കണ്ട. നീ ഒരുപാട് ചിക്കൻ കറി, ചിക്കൻ എങ്ങനെയുണ്ട്? ചിക്കൻ സൂപ്പർ ഹെവി, അടിപൊളി. ഇന്നലെ ഉച്ചക്ക് ഓംപ്ലേറ്റ് ഉണ്ടാക്കിയപ്പോ കുളമായി കുഞ്ഞിട. അതുകൊണ്ട് റിസ്ക് എടുക്കാനൊന്നുമില്ല ഇവര് മെയിൻ ഷെഫ്. അല്ല, ഞങ്ങൾ ഷെഫിനെ. അത് ഞാൻ കിടക്കാന്ന് വിചാരിച്ചു. ഈ സമയം ഇപ്പൊ ഏതാണ്ട് 10 മണിയായല്ലേ? 10:30. അപ്പൊ കുഞ്ഞിയുടെ പാട്ട് ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല. ഇവിടെ ആരാരോ താരാട്ട് പാട്ട് പാടിക്കൊണ്ടിരിക്കണെങ്കിലും ഉറങ്ങുന്നുള്ള ലക്ഷണമൊന്നുമില്ല. ഞാൻ അതിൽ കിടക്കാന്ന് വിചാരിച്ചു. അപ്പൊ ബാക്കി വിശേഷങ്ങളൊക്കെ ഇട്ട് രാവിലെ ഗുഡ് നൈറ്റ്, ഗുഡ് മോർണിംഗ്. അങ്ങനെ രാവിലെ ഒരു 6:30 എഴുന്നേറ്റ് മോർണിംഗ് ഡ്യൂട്ടീസൊക്കെ കഴിഞ്ഞ്. ഇന്ന് പിന്നെ ഞാൻ വേറെ 2 പേരും കൂടി കുത്തി എഴുന്നേപ്പിച്ച്. സഞ്ജുവും സന്ദീപും എഴുന്നേറ്റിട്ടുണ്ട്. കുഞ്ഞി പിന്നെ കുച്ചുക ഉറങ്ങുക, അതാണ് അവൻ്റെ ട്രിപ്പ്. അത് ഇവിടെ നമ്മുടെ പ്രോപ്പർട്ടിയിലുള്ള 2 പേരെ ഇനി എഴുന്നേൽപ്പിക്കാനുണ്ട്. എന്നിട്ട് ചായ കുടിച്ചിട്ട് നേരെ ഒരു ചെറിയ ട്രക്കിങ്, ചെറുതല്ല, നമ്മുടെ പാലിക്കൽ എന്ന് പറഞ്ഞ ഒരു സ്ഥലത്തേക്കാണ് പോകുന്നത്. ഇവിടെ നിന്നൊരു ഓൾമോസ്റ്റ് ഒരു 4 കിലോമീറ്റേഴ്സ് ഉണ്ട്. കലക്കം വ്യൂ ആണ് അവിടുത്തെ. അങ്ങനെ അടുത്ത ആളെ വിളിച്ച് എഴുന്നേൽപ്പിച്ചു. രാവിലെ കാപ്പിടാനുള്ള പരിപാടിയിലാണ്. രാവിലെ തണുത്ത കാപ്പി. അങ്ങനെ ഞങ്ങൾ ട്രക്കിംഗ് സ്റ്റാർട്ട് ചെയ്തു. ഇപ്പോൾ സമയം ഏതാണ്ട് 7:45 കഴിഞ്ഞു. അപ്പം ഇനി ഇവിടെ 4 കിലോമീറ്റർ ഉണ്ട് പാലിക്കൽ വരെ. വാളക്കേട്ട് ഇറങ്ങിയാണ്, വെട്ടിത്തളിച്ച് പോകേണ്ടവരൊന്നു. നമ്മളങ്ങനെ ഒരു വേലി ചാടി ഒരു പ്രോപ്പർട്ടിയിലേക്ക് പോകണാണ്. നമ്മുടെ ഇവിടെ കൊട്ടക്കമ്പൂർ താഴത്തായിട്ടെ ഡോഗ്സിനെ മാത്രം ഫാം ചെയ്യുന്ന, ഡോഗ്സിൻ്റെ കൃഷി നടത്തുന്ന ഒരു പ്ലേസ്. അല്ല, റോട്ട് ഒരു ബീഗളും ഉണ്ട്, ബാക്കി കുറേ റോട്ടുകൾ. ഹായ് ബോയ്സ്. ആരോഗ്യമുള്ള ടീംസിലേക്ക് കണ്ട അങ്ങനെ ചെല്ലണ്ട, പെട്ടുപോകും. ചെണ്ടാവരാന്ന് സ്ഥലത്തേക്കുള്ള റൂട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന ഇവിടെ. ചെണ്ടാവരാന്ന് പറഞ്ഞാൽ മനസ്സിലാവില്ലേ? കൊടൈക്കനാലിലേക്കുള്ള വഴി. ഒരു ചെണ്ടാവരാന്ന് സ്ഥലവും പോവും, പിന്നെ വേറെ ഉള്ളത് ക്ലാവര. ഈ 2 സ്ഥലങ്ങളിലേക്കാണ് ഈ വട്ടവടയിൽ നിന്ന് കൊടൈക്കനാലിലേക്ക് പോകുന്ന റൂട്ടുകൾ. അതിലൊരു റൂട്ട് ഇവിടെ. നമ്മുടെ ഈ റൂട്ടിലെ ലാസ്റ്റ് കോളനിയാണ് ഈ കാണുന്നത്. ഇത് കഴിഞ്ഞാൽ പിന്നെ നേരെ ഫോറസ്റ്റിലേക്കാണ് നമ്മൾ കാണുന്നത്. ഇത് കഴിഞ്ഞാൽ ഫോറസ്റ്റ് വഴിയാണ് നമ്മൾ ഇനി പാലിക്കലിലേക്ക് പോകുന്നത്. ഇപ്പോൾ ഓൾമോസ്റ്റ് നമ്മൊരു 1 കിലോമീറ്റർ കവർ ചെയ്തിട്ടുണ്ടാവും. ഇനി ഒരു 3 കിലോമീറ്റേഴ്സും കൂടി. ഇനി കുറച്ച് കയറ്റങ്ങളൊക്കെ ആയിരിക്കുള്ളൂ. ഓക്കെ ഓക്കെ. അപ്പോൾ ഈ റൂട്ട് താഴത്തേക്ക് ഇറങ്ങിയാൽ ഔർവി, മാജിക് വാലി, ചിലന്തിയാറിലേക്കുള്ള വഴിയിലാണ് നമുക്ക്. പക്ഷേ മേളിലേക്ക് നമ്മളങ്ങനെ നല്ല ഹൈറ്റിലേക്ക് എത്തിയട്ടാ. നോക്കിയ ചുറ്റും നല്ല ഹൈറ്റിലേക്കായി. ഇനിയും മേളിലേക്ക് തന്നെ നമ്മൾ കയറിക്കൊണ്ടിരിക്കണത്.
കുട്ടു കേറാ. അങ്ങനെ കയറ്റം തുടങ്ങി ചെറുതായിട്ട്. നമ്മുടെ ഫസ്റ്റ് വ്യൂ പോയിന്റ് എത്തി. ഫസ്റ്റ് വ്യൂ പോയിന്റ് എന്ന് പറഞ്ഞാൽ പകുതി. നമ്മൾ ഫുൾ ട്രക്കിങ്ങിന്റെ പകുതി എത്തി. ഇത് ചെറുത്. വാവ്, എങ്ങനെയുണ്ട് വ്യൂ എടുത്താ? പൊളി. ഇരുന്നാ വായിങ്ങട്. നോക്കി ഈ വേലയുടെ താഴത്ത് അവിടെ ആയിട്ട് മാജിക് വാലിയും കാണാം. ക്യാമറ കൂടി കാണാൻ പറ്റുന്ന നമ്മൾ അറ്റത്തായിട്ട് ചെറിയൊരു നിലവ് കാണാൻ പറ്റുള്ളൂ, റിവ്യൂ കാണാൻ പറ്റും ഇവിടെ നിന്ന്. നമുക്ക് ഇനി പോകേണ്ടത് നേരെ താഴത്തേക്ക് കുറച്ചിറങ്ങാനുണ്ട്. രാവിലെ ഇറങ്ങി തുടങ്ങി. ഇനി അങ്ങോട്ടുള്ള നടത്തം കുറച്ച് സൂക്ഷിച്ച് വേണം നടക്കാനായിട്ട്. കാരണം ലെഫ്റ്റ് സൈഡിൽ സ്റ്റീപ്പ് വാലിയാണ്. അത് ചെറിയൊരു വഴിയുള്ളൂ. ഇതിലേക്ക് വേണം നമ്മൾ നടന്ന് പോകാനായിട്ട്. അപ്പോൾ കുറച്ച് സൂക്ഷിക്കണം. പിന്നെ ഈ ട്രക്കിങ് കുറച്ച് ഹെൽത്തി ആയിട്ടുള്ളവർ മാത്രം വരിക, അല്ലാത്തവർക്ക് ഞാൻ റെക്കമെൻഡ് ചെയ്യൂല. കാരണം ഈ 4 കിലോമീറ്റർ നടക്കാനായിട്ട് നടന്ന് തിരിച്ചു വരാനായിട്ട് ഏതാണ്ട് 4 മണിക്കൂർ എടുക്കും. ഈ കയറ്റമൊക്കെ കുറച്ച് സ്റ്റീപ്പ് കയറ്റങ്ങളൊക്കെ ഉണ്ട്. അതെ, ഇവിടെ നിന്നുള്ള ഇറക്കം നോക്കി. വാവ്, വീണ നേരെ ചിലന്തിയാർ വാട്ടർഫോൾസ് എത്തും. അങ്ങനെ ഇഞ്ചപ്പുല്ലിൻ്റെയൊക്കെ ഏരിയ എത്തി. ഈ ഏരിയയിൽ ഞാനിപ്പോൾ ഷോർട്ട്സ് ആയിട്ടേക്കണത്. ശരിക്കും പറഞ്ഞാൽ പാൻറ്റും ഫുൾ സ്ലീവ് ടീഷർട്ടൊക്കെ തന്നെ വേണം. ഞാൻ ഷോർട്ട്സും ഹാഫ് സ്ലീവ് ടീഷർട്ടും ആയതുകൊണ്ട് തിരിച്ചു ചെല്ലുമ്പോൾ നല്ല രസമായിരിക്കുള്ളൂ ഒരു കുളി കുളിക്കുമ്പോഴേക്കും. കാരണം ഈ പുല്ല് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ അവിടെയൊക്കെ ചെറുതായിട്ട് സ്ക്രാച്ചസ് വരും. ഈ പുല്ല് ഇങ്ങനെ നിൽക്കണതാണ് നല്ല രസം. അങ്ങനെ നമ്മൾ ഓൾമോസ്റ്റ് എത്തി. ഇതവിടെ കാണുന്ന പാറ കണ്ട, അതാണ് നമ്മുടെ വ്യൂ പോയിൻ്റ്. നമ്മൾ ഓൾമോസ്റ്റ് അങ്ങോട്ട് എത്തി. ഇനി അങ്ങോട്ട് ഫുൾ ഇഞ്ചപ്പുല്ലാണ്. ഇഞ്ചപ്പുല്ലിനുള്ളിൽ കൂടി വേണം പോകാനായിട്ട്. ഫൈനലി നമ്മുടെ വ്യൂ പോയിന്റിലെത്തി. ഇതാണ് പാലിക്കൽ എന്ന് പറഞ്ഞ സ്ഥലം. പല ആൾക്കാരും യൂട്യൂബിലൊക്കെ തെറ്റിദ്ധരിപ്പിച്ച് സൂയിസൈഡ് പോയിന്റ് എന്നൊക്കെ പറഞ്ഞിടും. സൂയിസൈഡ് പോയിന്റ് ഇതല്ല. സൂയിസൈഡ് പോയിന്റ് വേറൊരു ഏരിയ ആണ്. ഇത് പാലിക്കൽ. അത് നേരെ കാണുന്ന പാറയുടെ തൊള്ളപ്പാറ. അത് നേരെ കാണുന്ന ഒരു ഗുഹ പോലെ കാണുന്നുണ്ട്. അതിനെ പറയുന്ന പേരാണ് തൊള്ളപ്പാറ. ഇവിടെ നേരെ താഴത്തേക്ക് നോക്കിയാൽ ചിലന്തിയാർ വാട്ടർഫോൾസ് കാണാൻ പറ്റും. പിന്നെ ഇവിടെ നിന്ന് ലെഫ്റ്റ് സൈഡിലേക്ക് നോക്കിയാൽ ഇത് തമിഴ്നാട് ഏരിയ അല്ലേ? ഇത് ഓക്കെ, ലെഫ്റ്റ് സൈഡ് തമിഴ്നാട്. ഇതായിട്ട് തിരിച്ച് നടക്കാനുള്ള പ്ലാനിലേക്ക് വന്നപ്പോഴേക്കും ഒരു പാക്കറ്റ് ബിസ്ക്കറ്റ് വന്നു. തിരിച്ച് നടക്കാനുള്ള എനർജിക്കായിട്ട്. ഇപ്പോൾ സമയം 9:30 ആയി. നമ്മൾ എത്ര മണിക്ക് ഇറങ്ങി? 7:30 ഇറങ്ങി. 7:30 അല്ല, 7:45. പയ്യെ ഇറങ്ങിയാൽ ഒരു ഉച്ചയാകുമ്പോഴേക്കും നമ്മൾ അവിടെ നിന്ന് തിരിച്ച് ക്യാമ്പിലേക്ക് പോകുന്നു. ഇനി ക്യാമ്പിൽ പോയിട്ട് ചുമ്മാ കുറച്ച് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക, കുളിക്കുക, ഫ്രഷ് ആകുക, വീട്ടിലേക്ക് പടിയാകുക. നമ്മൾ നടന്ന് പാതി വഴി എത്തി. നമ്മൾ വന്നത് ഇതിലെയാണ്.
തിരിച്ച് നമുക്ക് വേറെ വഴി പോകാമെന്ന് പറഞ്ഞു. ആ വഴിയിലേക്കാണ് ഇപ്പോൾ കൊണ്ടിരിക്കുന്നത്. ഇതിലെ കൂടി കുറച്ച് സ്റ്റീപ്പായിട്ടുള്ള ഇറക്കുമ്പോൾ നല്ല രസമാണെന്ന് പറഞ്ഞു. എന്നാൽ പിന്നെ തങ്ങൾ പിടിച്ചേക്കാന്ന് വിചാരിച്ച്. അങ്ങനെ നമ്മൾ തിരിച്ച് ക്യാമ്പിൻ്റെ അരികത്തെത്തി. ഇതേ ക്യാമ്പ് ഇവിടെ നിന്ന് തൊട്ടടുത്ത് കാണാം. പക്ഷേ ക്യാമ്പിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഇത് അടച്ചല്ലടാ, ഇതാണ്. ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ നിന്നാണ് കഴിക്കുന്നത്. കാരണം നേരത്തെ പറഞ്ഞില്ല, അവിടെ ഇന്നലെ ഡിന്നർ നമ്മൾ റെഡിയാക്കിയെടുത്താണ്. അവിടെ റൂം മാത്രമേ ഉള്ളൂ. വേറെ ഫുഡ് പരിപാടികളൊക്കെ നമ്മൾ എക്സ്ട്രാ പറയണം. അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ ഈ കടയിൽ നിന്നാണ് കഴിക്കും. അങ്ങനെ നമ്മുടെ കാപ്പി എത്തി, വിത്തൗട്ട് റോസ്റ്റ് എത്തി. ഇളക്കണ്ടല്ല, നീ ഇളക്കല്ല ഒരു പണിട്ട്. നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടുണ്ട്. എന്താണ് ബ്രേക്ക്ഫാസ്റ്റ്? പൂരി. യെസ്, പൂരി റെഡിയായി. ആൻഡ് മസാല ഇതിലുള്ളതാണ്. ഇത് പൂരി. ഓക്കെ, പൊളി. പൂരി മസാല. എനിക്കുള്ള പൂരി മസാല കിട്ടി. നിനക്ക് വേണം? തരൂലടാ, ഞാൻ പോടും. ഇതായിട്ടാണ് അവിടെ പോയിരിക്കാം. അങ്ങനെ നമ്മൾ ഇവിടുത്തെ ഫാമിൽ നിന്ന് ഗ്രീൻ പീസ് മേടിച്ചിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ ഉള്ളിൽ നിന്നാണ് ഗ്രീൻ പീസ് എടുക്കുന്നത്. ഇത് ബട്ടർ ബീൻസ് പോലെ ഇരിക്കുക വേണ്ട. അതിൻ്റെ ഉള്ളിൽ നിന്ന് നമ്മൾ തുറന്ന് ഗ്രീൻ പീസ് എടുക്കും. അമ്മേ നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ. 4 കിലോ ഗ്രീൻ പീസ് മേടിച്ചു രാവിലെ തന്നെ ഇവിടുത്തെ ഫാമിൽ നിന്ന് പറിച്ചെടുത്താണ്. ട്രക്കിംഗ് എല്ലാം കഴിഞ്ഞ് തിരിച്ചെത്തി. അപ്പോൾ ഒറിജിൻ സോയിലിൻ്റെയും പിന്നെ പാലിക്കൽ ട്രക്കിങ്ങിൻ്റെയും വിശേഷങ്ങളൊക്കെ ഇത്രേ ഉള്ളൂ. അപ്പോൾ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ ഇത് ബുക്ക് ചെയ്യാനുള്ള ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ ഓക്കെ, ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, അഭിപ്രായങ്ങൾ കമൻറ്റ് ഇടുക. അണ്ടിൽ നെക്സ്റ്റ് വീഡിയോ, പീസ് ഔട്ട്.